സ്വന്തം മണ്ണിൽ വ്യോമാക്രമണം നടത്തി പാകിസ്ഥാൻ സേന. ഖൈബർ പഖ്തൂൺ പ്രവിശ്യയിൽ പാകിസ്ഥാൻ വ്യോമസേന നടത്തിയ വ്യോമാക്രമണത്തിൽ 30 പേർ കൊല്ലപ്പെട്ടു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരാണ് കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേറ്റതായും വിവരമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി MG മിഥുൻ ചേരുകയാണ്. മിഥുൻ, ഇത് തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാന്റെ ഒളിത്താവളമായി അറിയപ്പെടുന്ന പ്രദേശമാണ്. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശവും. എന്താണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ് സൂചന? മഞ്ജുഷു, വളരെ ക്രൂരമായ, വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വരികയും ചെയ്യുന്നത്. സ്വന്തം മണ്ണിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് മേൽ ബോംബ് വർഷം നടത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ എയർഫോഴ്സ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഖൈബർ പഖ്തൂൺ പ്രവിശ്യയിലാണ് ഇത്തരത്തിൽ ബോംബ് വർഷം ഉണ്ടായിരിക്കുന്നത്. അതിൽ 30 പേർ ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ഈ കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് പുലർച്ചെ 2 മണിയോട് കൂടിയാണ് ഈ ഒരു ആക്രമണം ഉണ്ടായത്. ഈ മേഖലയിൽ വീടുകളിൽ കഴിഞ്ഞിരുന്ന ജനവാസ മേഖലയിലാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം സ്വന്തം മണ്ണിൽ തന്നെ പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ബലൂചിസ്ഥാൻ പ്രവർത്തകരുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായിട്ടുള്ള ഒരു മേഖല കൂടിയാണ് ഈ ഒരു പ്രദേശമെന്നാണ് അവർ അവകാശവാദം, അല്ലെങ്കിൽ അത്തരത്തിലൊരു വാദമാണ് പാകിസ്ഥാൻ ഉന്നയിക്കുകയും ചെയ്തത്. ആ മേഖലയിലാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തുകയും ചെയ്തത്. കഴിഞ്ഞ 2 ആഴ്ചക്കിടയിൽ ബലൂചിസ്ഥാൻ ആക്രമണത്തിനിടെ 17 സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. അതിന്റെ പ്രതികാര നടപടി എന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ളൊരു നടപടി പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തത്. അതിൽ ഈ പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾ 8LC-6 ബോംബുകൾ വർഷിക്കുകയും ഇതൊരു വലിയ കൂട്ടക്കൊലയ്ക്ക് കാരണമാവുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി പേർക്ക് ഈ ഒരു ആക്രമണത്തിൽ പരിക്കേറ്റതായിട്ടുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നുള്ള ചില വാർത്തകൾ കൂടി പുറത്തു വരികയും ചെയ്തു. നമ്മളിപ്പോൾ കാണിക്കുന്ന ദൃശ്യങ്ങൾക്ക് പുറമെ മനുഷ്യരും വളരെ ദയനീയമായിട്ടുള്ള, വളരെ നെഞ്ചു ഉലയ്ക്കുന്ന തരത്തിലുള്ള പല ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കൊച്ചുകുട്ടികൾ, കൈക്കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അവരുടെ ശരീരഭാഗങ്ങൾ ചിന്നിച്ചേറി കിടക്കുന്ന വളരെ ഭയാനകരമായിട്ടുള്ള ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അത് നമുക്ക് പ്രേക്ഷകരെ കാണിക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. അത്രത്തോളം ക്രൂരമായ ഒരു നടപടി ഇപ്പോൾ പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് മഞ്ജുഷ്. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് സ്ഥിരം ഇവിടെ ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്രദേശം കൂടിയാണല്ലോ. അപ്പോൾ TTPയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ അവരെ ലക്ഷ്യം വിട്ടുകൊണ്ടുള്ള ഒരു ആക്രമണം, ആ രീതിയിൽ തന്നെയാണല്ലോ ഇപ്പോഴും ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം വരുന്നത്? തീർച്ചയായും അങ്ങനെയുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം വരുന്നില്ല എങ്കിലും സ്വാഭാവികമായും അങ്ങനെയൊരു രീതിയിലുള്ള പ്രതികരണം തന്നെയാണ് പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നത്. നേരത്തെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവിടെ വലിയ ആക്രമണ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടായിരുന്നു. പാകിസ്ഥാന്റെ ഈ സോൾജേഴ്സിന് നേരെ, അത്തരത്തിൽ അവിടുത്തെ സൈനികർക്ക് നേരെ ചില ആക്രമണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. മൈനിങ് അടക്കമുള്ള ബോംബ് സ്ഫോടനം ഉണ്ടാവുകയും ഒപ്പം തന്നെ പല വാഹനങ്ങൾ, പാകിസ്ഥാന്റെ സൈനിക വാഹനങ്ങൾ തകർക്കുകയും നിരവധി സൈനികർ കൊല്ലപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച, കൃത്യമായി പറഞ്ഞാൽ സെപ്റ്റംബർ 13 നടന്ന ഈ ഒരു ആക്രമണത്തിൽ 17 സൈനികർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്ത ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ഒരു ആക്രമണം എയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ വസിക്കുന്ന മേഖലയിലാണ് ഇത്തരത്തിലൊരു ബോംബ് വർഷം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്രത്തോളം ഉള്ളുലയ്ക്കുന്ന കാഴ്ചകൾ തന്നെയാണ് പാകിസ്ഥാനിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഭീകരവാദികളെ രക്ഷപ്പെട്ടുകൊണ്ട് നടത്തിയ ഒരു ആക്രമണം, അത് പക്ഷേ അവരുടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അധിവസിക്കുന്ന, അതും രാത്രിയിൽ പുലർച്ചെ 2 മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു ആക്രമണം എയർഫോഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്ത് ജനങ്ങൾ ഇറങ്ങിക്കിടക്കുന്ന മേഖലയിലാണ്, വീടുകൾക്ക് മുകളിലേക്കാണ് ഈ ഒരു ബോംബ് വർഷം ഉണ്ടാവുകയും ചെയ്ത് അങ്ങനെ നിരവധി പേർ കൊല്ലപ്പെടുന്ന തരത്തിലേക്ക് പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 30ഓളം പേർക്ക് ഇപ്പോൾ ജീവഹാനി സംഭവിച്ചിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കൊച്ചു കുഞ്ഞുങ്ങളാണ്, അതായത് കൈക്കുഞ്ഞുങ്ങളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അത്രത്തോളം ദുഃഖകരമായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരികയും. ഈ മേഖലയിൽ പലയിടങ്ങളിലും സ്ത്രീകളുടെയും കുട്ടികളുടെയും മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുന്നു എന്നുള്ള ദയനീയമായ കാര്യങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം സ്വന്തം മണ്ണിലാണ് പാകിസ്ഥാൻ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അത് ഭീകര സംഘടനകളെ ലക്ഷ്യം വെച്ചുള്ളതാണെങ്കിലും സാധാരണക്കാർ കൊല്ലപ്പെട്ടിരിക്കുന്നുവെന്ന സ്ഥിരീകരിച്ച റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഖൈബർ പഖ്തൂൺ മേഖലയിലാണ് ഇങ്ങനെ ഒരു ആക്രമണം പാകിസ്ഥാൻ വ്യോമസേന നടത്തിയിരിക്കുന്നത്.